പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷക്കൈന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എന്നെ വിളിച്ച കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിപ്പാൻ അവിടുന്ന് വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നത് നമ്മൾ ധ്യാനിച്ചതാണ്. ഇന്ന് പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതിനെ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ധ്യാനിക്കുക. ഒറ്റ സെൻറ്റൻസിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കാറ്റക്കിസം ഓഫ് കാത്തലിക് അതിൽ CCC 683 മുതൽ 747 വരെയുള്ള ഖണ്ഡികകളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയായിട്ടാണ് സഭ പരിശുദ്ധാത്മാവിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ കാണാറുള്ളത്, ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ജീവദാതാവും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ്, പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടാൻ യോഗ്യനായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി വെറുമയായതും ശൂന്യവുമായിരുന്നു. ആഴങ്ങളിൽ കൂരുരുൾ നിറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ അരൂപി ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആദിയിൽ സൃഷ്ടികർമ്മത്തിൽ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു ഈ പരിശുദ്ധാത്മാവ്. വിശുദ്ധ പഴയ നിയമത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അനേകം വ്യക്തികളെ കാണുന്നുണ്ട്. സാംസൺ, ദാവീദ്, പ്രവാചകന്മാരെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചവരായിരുന്നു. അതായത് ഒരു ദൗത്യ നിർവഹണത്തിനു വേണ്ടി ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ ആയിരിക്കില്ല അവസാന നാളുകളിൽ നിന്ന് ദൈവം തന്നെ ജോയേൽ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഈ വാഗ്ദാനം യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് നിറവേറ്റി കിട്ടിയത്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു. ഈശോ ജ്ഞാനസ്നാനവേളയിൽ സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയിട്ട് സാക്ഷ്യപ്പെടുത്തി, ആകാശം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു എന്ന് സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ വാഗ്ദാനമാണ് യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആ വാഗ്ദാനമാണ്, സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ് സഹായകൻ, അഡ്വക്കറ്റ് എന്നുള്ളത്. അത് പഴയ നിയമകാലഘട്ടത്തിൽ പ്രവാചകന്മാരിലേക്ക് വർഷിച്ചതുപോലെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയല്ല, പിന്നെയോ എന്നേക്കും നമ്മളോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട്. പരിശുദ്ധ ജ്ഞാനസ്നാനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ദൈവിക വരമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത് എന്ന് പൗലോസ്ലീഹ നമ്മളെ അനുശാസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിരന്തരമായി അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മളെല്ലാവരും പൂരിതരാകണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, പദ്ധതി. യോഹന്നാൻ 16:7 ഇങ്ങനെ ഈശോ പറയുന്നു, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു,
ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ പിതാവിനോട് അപേക്ഷിക്കുകയും സഹായകനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അത് ഈശോയുടെ വാഗ്ദാനമാണ്, പിതാവിൻ്റെയും വാഗ്ദാനമാണ്. യോഹന്നാൻ 3:5 യേശുവിനെ സന്ദർശിക്കാൻ വന്ന ജെറുസലേമിൽ നിന്നുള്ള യഹൂദ പണ്ഡിതനായ നിയമജ്ഞനായ നിക്കോദമോസിനോട് ഈശോ പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ജലത്താലുള്ള സ്നാനത്താലുള്ള അഭിഷേകം വേണം, ആത്മാവിലുള്ള അഭിഷേകവും വേണം. അങ്ങനെ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച വ്യക്തികളാണ് യേശുക്രിസ്തുവിന് ഉള്ളവർ. യോഹന്നാൻ 3:8 പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേര് നമുക്ക് കാണാം. ഈശോ പറഞ്ഞു, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന ഒരുവനും. ഇപ്പോൾ കാറ്റ്, റൂഹ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ്. ലൂക്കായുടെ സുവിശേഷം 4:18 ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ മേൽ ഉണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, പരിശുദ്ധ മറിയം ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ലൂക്കാ 1:37 പ്രധാന മാലാഖയായ ഗബ്രിയേൽ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ മറിയം. ഈ വാഗ്ദാനമെല്ലാം ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്ന് അപ്പസ്തോലന്മാരോട് ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 1:4 നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായിട്ട് കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഈശോ അവരോട് പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 1:5 ഇങ്ങനെ കാണുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈ വാഗ്ദാനത്തിനു വേണ്ടി പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ഇവർ സഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം നാൾ പെന്തക്കുസ്താ ദിനം പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം അവരുടെ മേൽ വർഷിക്കപ്പെട്ടത്. അപ്പസ്തോല പ്രവർത്തനം 2:2 സഭയുടെ ഉദ്ഘാടനമാണ് അവിടെ നടക്കുന്നത്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു വലിയ ശബ്ദം ആകാശത്തു നിന്നും അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായിട്ട് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതാ, ഭീരുക്കളും അസ്ഥിരപ്രകൃതക്കാരുമായിരുന്ന അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു ശക്തി പ്രാപിച്ചു. അവരിൽ നിന്ന് അവർ ജനവാതിലുകളെല്ലാം തുറന്ന് സിയോൻ മാളികയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ ആരവം കേട്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പത്രോസ് ഒറ്റ പ്രസംഗത്തിൻ്റെ ഫലമായി അനേകർ വിശ്വാസികളായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തന്നെ 3000-ഓളം പേരുണ്ടായിരുന്നു. എന്തൊരു വലിയ അടയാളമാണ് അന്ന് സംഭവിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായുണ്ടായ ഒരു മാറ്റം. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ആദിമ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവായിരുന്നു അപ്പസ്തോലന്മാരെയും ശിഷ്യന്മാരെയും ഒക്കെ നയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആദിമസഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായ ഡീക്കൻ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 7:55 നമ്മൾ കാണുന്നു, സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. യേശുക്രിസ്തു
ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ സ്തെഫാനോസിനെ കല്ലെറിയാൻ നേതൃത്വം കൊടുത്തിരുന്ന, ആദിമസഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ എന്ന ജെറുസലേം ദേവാലയത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, ആ സാവൂള് ഇതാ ഒരു ജീസസ് എൻകൗണ്ടറിലൂടെ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അത് അനന്യാസ് എന്ന ഒരു ശിഷ്യൻ വന്ന് ഈ സാവൂളിന് ജ്ഞാനസ്നാനം കൊടുത്ത് പൗലോസ് എന്ന് പേരിട്ട് അവൻ്റെ മേൽ കൈകൾ വെച്ചപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, വിജാതിയരുടെ അപ്പസ്തോലനായിട്ട് മാറി. ഇനി ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് കാണുന്നതെങ്കിൽ പരിശുദ്ധാത്മാവില്ലാത്ത ക്രിസ്ത്യാനികളെയും ആദിമസഭയിൽ കാണാം. എഫേസൂസിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ ആയിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 8:16 എഫേസൂസിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നു. അതുവരെയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. അപ്പസ്തോലനായ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോൾ കൈവെപ്പ് വഴിയാണ് പ്രധാനമായും പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഇത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ്. പൗലോസ്ലീഹ 2 തിമോത്തി 1:6 പറയുന്നു, എൻ്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവീക വരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത് ഒറ്റ ഒരു ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിക്കുന്ന ഒരാത്മാവ് മാത്രമല്ല, അതിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കേണ്ടതുണ്ട്. നിരന്തരമായി പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂജിതരാകേണ്ടതുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ദാനമാണ് എന്ന് ദാവീദ് രാജാവ് സങ്കീർത്തനം 51:11 ദാവീദ് ഇങ്ങനെ വിലപിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവ് പിൻവലിക്കപ്പെടാവുന്ന ഒരു ദാനമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു അറിവിൻ്റെ സെഷനാണ് നമ്മൾ കണ്ടത്. അറിവ് കൊണ്ട് കാര്യമായില്ലല്ലോ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അതിനെന്താണ് ചെയ്യേണ്ടത്? പെന്തക്കോസ്താ ദിനം പ്രസംഗിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹായോട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2:37 അവർ ഹൃദയം നുറങ്ങി പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് പത്രോസ്ലീഹ മറുപടി നൽകി, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കുമുള്ളതാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം. അതിന് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പശ്ചാത്തപിക്കുക, ആഴമായി മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ചോദിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ ഈ വാഗ്ദാനം നൽകുന്നത്. യോഹന്നാൻ 16:23 യേശു പറയുന്നു, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൗകിക കാര്യങ്ങളൊക്കെയാണ് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ നിയോഗങ്ങളൊക്കെയാണ് ദൈവത്തോട് വെച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് ഈ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടിയായിരുന്നു. ലൂക്കാ 11:11 നമ്മൾ ഇങ്ങനെ കാണുന്നു, നിങ്ങളാരെങ്കിലും മക്കൾ അപ്പം ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ? നിങ്ങളാരെങ്കിലും മക്കൾ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? ദുഷ്ടരായ നിങ്ങൾക്ക് പോലും മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ അറിയാം എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ ചോദിക്കണം, അത് പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം, അതാണ് യേശു ആവർത്തിച്ച വാഗ്ദാനം.
ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പശ്ചാത്തപിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? അതും ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ 7:37 ഈശോ ജെറുസലേം ദേവാലയത്തിലെ ഉയർന്ന സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് അവിടെയുള്ളവരെല്ലാം കേൾക്കെ പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ ഇത് പറഞ്ഞത്. അങ്ങനെ ഈശോ പറഞ്ഞു, ദാഹിച്ച് ചോദിക്കുന്നവർക്കാണ് ജീവജലം കിട്ടൂ. ദാഹിക്കാതെ ചോദിച്ചാൽ ജീവജലം ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു നാമമാണ് ജീവജലം എന്നുള്ളത്. വീണ്ടും നാലാമതായിട്ട് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യഥാർത്ഥത്തിൽ ഈ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. അതിന് നമ്മളൊക്കെ സഹായിക്കുക, നമുക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കുക പരിശുദ്ധ മറിയമാണ്. ഈ മറിയം മംഗളവാർത്ത കേട്ട ഉടനെ തൻ്റെ ഇളയമയായ ഏലീശാപ്പുണ്യവതി ഗർഭിണിയാണെന്നറിഞ്ഞ് ആ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായി വിദൂരമായ മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവിടെ എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് ഒന്ന് അഭിവാദനം ചെയ്തതേ ഉള്ളൂ. എലിസബത്തും ഗർഭസ്ഥ ശിശുവായ സ്നാപയോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എന്തുകൊണ്ടാണ്? പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. അങ്ങനെ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം തേടി അനുതപിച്ച് യേശുനാമത്തിൽ ഈ വാഗ്ദാനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ദാഹത്തോടെ ചോദിക്കണം. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം കിട്ടും. പ്രത്യേകമായും കൈവെപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ, അവരെ ചുമതലപ്പെടുത്തുന്ന അഭിഷിക്തരിലൂടെ, അവരുടെ കൈവെപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രത്യേകമായും സ്വീകരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ റോമ 8:23 പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്, പിന്നെയോ പരിശുദ്ധാത്മാവിൽ നിരന്തരമായിട്ട് അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിൽ പൂരിതരാകണം. എസെക്കിയേൽ പ്രവാചകൻ 47-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. അങ്ങനെ വലിയൊരു ജീവനദിയായി പരിശുദ്ധാത്മാവിൽ നിരന്തരമായി അഭിഷേകം പ്രാപിച്ച് നമ്മളെല്ലാവരും യേശുവിനെ പോലെയാകണം. അതാണ് പിതാവിൻ്റെ ഹിതം. പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ഫലങ്ങൾ നോക്കിയാൽ മതി. ഈശോ പറഞ്ഞു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ 5:22 നമ്മളിങ്ങനെ കാണുന്നു. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്ന പ്രധാനപ്പെട്ട 9 ഫലങ്ങൾ. ഈ ഫലങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കാൻ നമുക്ക് സമയമില്ല. മത്തായിയുടെ സുവിശേഷം 21:42 ഈശോ പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശുക്രിസ്തു. എന്നാൽ ഇന്ന് ഈ സഭയിൽ പരിശുദ്ധാത്മാവ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലാണോ പരിശുദ്ധാത്മാവ് എന്ന് സംശയിക്കേണ്ടി വരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ കുർബാനയിൽ ഒറ്റ വാക്കിലൊരു പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന ഒരു പ്രാർത്ഥന. പലപ്പോഴും നമ്മളൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാതെ അല്ലെങ്കിൽ അവഗണിച്ച് കടന്നു പോകുന്ന ഒരു പ്രാർത്ഥന. നമ്മൾ ദാഹിച്ച് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ വിശുദ്ധ കുർബാന കൂടെ നമ്മളൊക്കെ എപ്പോഴോ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടവരായിരുന്നു. എഫേസോസ് 4:30 പറയുന്നു, രക്ഷയുടെ ദിനത്തിലേക്ക് നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവിന് വേദനയുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ അവിശ്വാസം, അവിശ്വസ്തത, അശുദ്ധി, ഇത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവയാണ്. വീണ്ടും നമ്മളെ
ഞെട്ടിക്കുന്ന ഒരു വചനമാണ്. മത്തായിയുടെ സുവിശേഷം 12:32 യേശു പറഞ്ഞു, മനുഷ്യപുത്രനെതിരായ ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അത് ക്ഷമിക്കപ്പെടുകയില്ല. നമ്മളെ ഞെട്ടിക്കേണ്ട ഒരു വചനമാണത്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് അമേരിക്കയിൽ ആരംഭിച്ച് ലോകമെങ്ങും വ്യാപിച്ച കരിസ്മാറ്റിക് നവീകരണമുണ്ടായത്. അപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ എല്ലായിടത്തും ദൈവവചന പ്രഘോഷണങ്ങൾ, ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകുന്നു. എന്നാൽ ഇന്ന് അതിനെയെല്ലാം നിന്ദിക്കുന്ന ഒരു കാലഘട്ടമായി മാറുന്നു. കാരണവന്മാർ പറയാറുണ്ട്, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാതെ അതിനെ നമ്മൾ രോഗശാന്തിയെല്ലാം തട്ടിപ്പാണ് എന്നെല്ലാം പറഞ്ഞ് നിന്ദിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കും. നമുക്ക് കിട്ടുന്ന അവസരമെല്ലാം കൈവെപ്പിലൂടെ ഈശോയുടെ വാഗ്ദാനമായ, പിതാവിൻ്റെ വാഗ്ദാനമായ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇത് ഉപസംഹരിക്കാം. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി അവർ ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടങ്ങൾ ആദിയായവയിൽ നിന്ന് സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ മറിയം നമുക്ക് അഭിഭാഷകയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.